അമേരിക്കയിലെ ടെക്സസിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ വലാറോ റിഫൈനറിയിൽ തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന അതിശക്തമായ സ്ഫോടനം ഇപ്പോൾ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു ഭൂകമ്പത്തിന് സമാനമായ പ്രകമ്പനമാണ് സ്ഫോടന സമയത്ത് പോർട്ട് ആർത്തർ മേഖലയിൽ അനുഭവപ്പെട്ടത്. മൈലുകളോളം ദൂരത്തിൽ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ കറുത്ത പുകപടലങ്ങൾ ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അപകടം വെറുമൊരു സാങ്കേതിക തകരാറാണോ, അതോ ഇതിന് പിന്നിൽ മറ്റു വല്ല ഗൂഢാലോചനകളുമുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിൽ ഇറാനുമായി ബന്ധപ്പെട്ട് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതാണ് ഈ സംശയങ്ങൾക്ക് പ്രധാന കാരണം. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇറാൻ അനുകൂല അക്കൗണ്ടുകളിൽ നിന്നും ഇതൊരു അട്ടിമറിയാണെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവരുടെ പ്രതിരോധ നയത്തിന് മാറ്റം വരുത്തി ആക്രമണത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് അമേരിക്കൻ മണ്ണിലെ ഈ പ്രമുഖ എണ്ണ കേന്ദ്രങ്ങൾ സ്ഫോടനം നടന്നിരിക്കുന്നത്. ആഗോള എണ്ണ വിപണിയെ തകർക്കാനുള്ള ഇറാന്റെ നീക്കത്തിന്റെ ഭാഗമാണോ ഇതെന്ന് പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ അടച്ചതോടെ ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഇതിനിടയിൽ അമേരിക്കയിലുള്ള റിഫൈനറി കൂടി ലക്ഷ്യം വെക്കപ്പെട്ടാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. അതേസമയം അമേരിക്കൻ അധികൃതർ ഈ സംശയങ്ങൾ പൂർണ്ണമായും ശരിവച്ചിട്ടില്ല. ഒരു ഇൻഡസ്ട്രിയൽ ഹീറ്റർ യൂണിറ്റിലുണ്ടായ സാങ്കേതിക തകരാറാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് ജെഫേഴ്സൺ കൗണ്ടി ഷെരീഫ് സേന സ്റ്റീഫൻ പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത്. പ്ലാന്റിലെ തൊഴിലാളികളെല്ലാം സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും മേയർ ഷാർലറ്റ് മോസസും സ്ഥിരീകരിച്ചു. എങ്കിലും അന്താരാഷ്ട്ര സാഹചര്യം കണക്കിലെടുത്ത് സംഭവത്തിൽ അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണമാണ് നടക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് പോർട്ട് ആർത്തർ മേഖലയിൽ കനത്ത വിഷപ്പുക പടരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങളെ വീടിന് പുറത്ത് ഇറങ്ങരുതെന്ന് ഷെൽട്ടർ ഇൻ പ്ലേസ് ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രധാന ഹൈവേകളായ 8287 എന്നിവ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വായു നിലവാരം പരിശോധിക്കാനായി സ്പെഷ്യൽ ടീമുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവം വെറുമൊരു യാദൃശ്ചികമായ അപകടമാണോ, അതോ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു അട്ടിമറി നീക്കത്തിന്റെ തുടക്കമാണോ എന്നറിയാൻ വരും ദിവസങ്ങളിൽ അന്വേഷണ റിപ്പോർട്ടുകൾ നിർണായകമായേക്കും. ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.